ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ട് ലെബനനുമായിട്ട് സീസ് ഫയർ ഇസ്രായേലിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപാണ്. ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെച്ചാൽ വ്യാഴാഴ്ച രാത്രി 9 മണി ഗൾഫ് ടൈം, മിഡിൽ ഈസ്റ്റ് ടൈം അനുസരിച്ചാണ് സീസ് ഫയർ നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ സീസ് ഫയർ ഓൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ലെബനനുമായിട്ട് ഇസ്രായേലിന് ഒരു സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇപ്പം ലെബനാന്റെ മേളിൽ ഇത്രമാത്രം ഒരു കൺസേൺ അമേരിക്ക രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിനാണ് നമ്മൾ നേരെ ഇസ്ലാമാബാദ് ടോക്കിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇറാൻ പറഞ്ഞിരുന്ന ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ എന്താണ്? ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം നിർത്തുക, അത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുകയുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ സൈഡിൽ നിന്ന് മുന്നോട്ട് വെച്ചിരുന്ന ആദ്യത്തെ ഉപാധി. അപ്പം അത് പ്രത്യക്ഷത്തിൽ അനുസരിക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം. യെസ്, ഒരു സൈഡിൽ അമേരിക്ക കൃത്യമായിട്ട് ഇറാന് സ്റ്റേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. അത് അമേരിക്കയ്ക്ക് ഒരു ലെവറേജ് തന്നെയാണ്. പക്ഷെ അത് ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചർച്ചയ്ക്ക് ഇറാനെ വരുത്താനുമുള്ള ഒരു ശ്രമമാണ്. അതിലുപരിയായിട്ട് ഇപ്പം ഇസ്രായേലുമായിട്ട് സംസാരിച്ചിട്ട് ഇസ്രായേലിനെ അമേരിക്കയ്ക്ക് ഏത് നേരത്ത് വേണമെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയും, അതുപോലെ ഇസ്രായേലിനെ എപ്പോൾ വേണമെങ്കിലും അയച്ചു വിടാനും കഴിയും. കൃത്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അമേരിക്കയിൽ നിന്നാണ് ഇസ്രായേലിന് എല്ലാ ആയുധങ്ങളും സംഭവങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പുറകിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും നിലവിൽ 10 ദിവസത്തെ സീസ് ഫയർ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 10 ദിവസത്തെ സീസ് ഫയർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറാനെ ടേബിളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നടപടിക്രമം. തീർച്ചയായിട്ടും ലെബനന്റെ ഉള്ളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങളോ അതേപോലെ ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്നും ഏതെങ്കിലും റോക്കറ്റുകൾ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് വരുന്നു എങ്കിൽ ഇസ്രായേൽ അതിനുള്ള തിരിച്ചടി കൊടുക്കും, ഉടനെ തന്നെ കൊടുക്കും. ഇതും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇറാനെ ടേബിളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. ഇത് അങ്ങനെ തന്നെയാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പാകിസ്ഥാന്റെ അസീം മുനീർ വലിയൊരു സംഘവുമായിട്ട് ഇറാനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബാറ്റൻ ആയിക്കോട്ടെ, അതേപോലെ വടി ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം. അയാൾ മിലിറ്ററി യൂണിഫോമിൽ കൃത്യമായിട്ട് ആ വടിയും പിടിച്ച് അവിടെ പോയിട്ടുണ്ട്. തികഞ്ഞ വർഗീയവാദിയാണ്, അത് വേറെ കാര്യം. ഈ വടിയുടെ പുറകിൽ വലിയൊരു കഥയുണ്ട്. അതൊന്നും ഞാനിവിടെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ജിയോ പൊളിറ്റിക്സും ഈ വടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബാറ്റനെ കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ തെഹ്റാനിലേക്ക് പോയി ഇറങ്ങിയ അസീം മുനീറിന്റെ അടുത്ത് ഇറാൻ ആവശ്യപ്പെട്ടത്, ട്രംപ് 2 ആഴ്ചത്തേക്കാണല്ലോ സീസ് ഫയർ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, അത് 1 മാസത്തേക്ക് ആക്കി തീർക്കണം, കുറച്ച് ലോങ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇതാണ് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ഇറാനിന് വീണ്ടും ഒരു ആക്രമണം ഏറ്റുവാങ്ങാനുള്ള പേടിയുണ്ട്. അത് കൃത്യമായിട്ട് അവരതിനെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവര് ഈ സീസ് ഫയർ 1 മാസത്തേക്ക് നീട്ടണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് അമേരിക്ക ഇറാന് വേണ്ടിയിട്ടുള്ള കളം ഒരുക്കുകയാണ്. ഇറാന് വേണ്ടിയിട്ടുള്ള കളം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നോ ഒബ്ലിഗേഷൻസ്. എന്താണ് സംഭവം? അതായത് ഇറാൻ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ ലെബനാനിലേക്ക് നടത്തുന്ന ആക്രമണം നിർത്തണമെന്നാണ്. അത് നിർത്തി കൊടുത്തില്ല അമേരിക്ക. പിന്നെ എങ്ങനെയാണ് ഇറാൻ അവിടെ ചർച്ചയ്ക്ക് വരുന്നത്? അതാ ഇപ്പം നിർത്തിയിരിക്കുന്നു, ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് വരണമല്ലോ. അവിടെ ഇറാന് എക്സ്ക്യൂസിനുള്ള അവസരങ്ങളെല്ലാം തന്നെ അമേരിക്ക ഒഴിവാക്കുകയാണ്. ഇനിയിപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അമേരിക്കയുടെ പ്രഷർ പോളിസിയാണ്. അവിടെ ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല. പിന്നെ എന്താണ് ഇറാന്റെ പ്രശ്നം? ഇനി ചർച്ചയ്ക്ക് വന്നുകൂടെ? ആ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച നടത്തി രമ്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അമേരിക്ക തീരുമാനിക്കുന്നത്. അതിലൂടെ ഇപ്പം സമാധാനം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ലെബനന്റെ ഉള്ളിലേക്ക്. അപ്പൊ ആ ഒരു ക്രെഡിറ്റും കൂടി ട്രംപിന് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ പല രീതിയിൽ സമാധാനത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇസ്രായേലിന്റെ ഉള്ളില് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇത്താമിർ ബെൻ ഗിവറിന് കോടതിയിൽ ഇന്ന് എക്സ്പ്ലനേഷൻ സെഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഇസ്രായേലിന്റെ ഹൈക്കോടതി ജഡ്ജ് കൃത്യമായി ചില ചോദ്യങ്ങൾ ഇത്താമിർ ബെൻ ഗിവറിന് നേരെ ഉന്നയിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ട് ചോദിച്ചത്, എന്തുകൊണ്ട് ഇത്ര തീവ്ര നിലപാടുള്ള ആശയങ്ങൾ, തീവ്ര നിലപാടുള്ള പ്രസ്താവനകൾ, തീവ്ര വലതുപക്ഷ ജൂവിഷ് കൺസേൺ അറിയിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഇത്താമിർ ബെൻ ഗിവറിനെ കൃത്യമായിട്ട് ചോദ്യം മുന്നിൽ നിർത്തുകയാണ് ചെയ്തത് ജഡ്ജ്. അതായത് ഇത്താമിർ ബെൻ ഗിവർ അവിടെ കുറച്ച് അഗ്രസീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ മുസ്ലിംസ് പ്രെയർ നടത്തുന്ന അലക്സ മോസ്കിന്റെ ഉള്ളിലൊക്കെ കയറി പോകാറുണ്ട്. ആ പരിസരങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ ആ ടെമ്പിൾ മൗണ്ടിൽ കയറി ചെല്ലാറുണ്ട്. ഇപ്പൊ അതിനകത്ത് ജൂവിഷിനും അവകാശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിലവിൽ അവിടെ ഒരു ആചാരമുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ
മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരു വയലേഷനായിട്ട് തോന്നുന്ന തരത്തിൽ, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയുള്ള അറബ് മുസ്ലിംസിന് അതൊരു വയലേഷനായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇത്താമിർ ബെൻഗിവറിന്റെ പെരുമാറ്റം. അതിനെയാണ് ജഡ്ജി ചോദ്യം ചെയ്തത്. അപ്പൊ ഈ ചോദ്യ സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇത്താമിർ ബെൻഗിവർ ജഡ്ജിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് ജഡ്ജ് ശരിയല്ല, ജഡ്ജി ഇസ്രായേലിന്റെ മൂല്യങ്ങളെ, യഹൂദരുടെ മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്താമിർ ബെൻഗിവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അത് സൈഡിൽ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ യു കെ അതേപോലെ ഓസ്ട്രേലിയ, യു കെയും ഓസ്ട്രേലിയയും തമ്മിൽ അവിടെ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് അവിടെയൊക്കെ ഈ ഫ്രീ പാലസ്തീൻ, ഇല്ലീഗൽ ഇമിഗ്രന്റുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രണ്ട് രാജ്യങ്ങളും ഏകദേശം ഒരേപോലെ ഒരേ ട്രാക്കിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓസ്ട്രേലിയക്കുള്ളിൽ ഇന്നലെ 2 ഓയിൽ ഫീൽഡുകൾ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഇത് പൊട്ടിത്തെറിപ്പിച്ചതാണോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ളതിൽ നമുക്ക് ഉറപ്പില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയ ഗവൺമെന്റ് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ലുക്സ് ലൈക്ക് ആരോ പൊട്ടിത്തെറിപ്പിച്ചതാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കാരണം 2 എണ്ണമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പൊട്ടിത്തെറി ഓസ്ട്രേലിയയുടെ ഉള്ളിൽ 25% അവരുടെ ഡൊമസ്റ്റിക് ഓയിൽ ഡിപ്പെൻഡൻസിയിൽ കുറവ് രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓയിൽ ഷോർട്ടേജ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഇങ്ങനെ ഒരു ബ്ലോക്കേഡ് അമേരിക്ക നടത്തുന്നത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിലൊക്കെ എനർജി ക്രൈസിസ് ഉണ്ട് എന്നുള്ള കൺസേണും രേഖപ്പെടുത്തുന്നുണ്ട്. യു കെയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്, യു കെയുടെ ഉള്ളിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് ഗ്യാങ്ങുകളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഫ്രീ പാലസ്തീൻ അതേപോലെ ഈ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇവർ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ കൺവിൻസ് ചെയ്ത് അവരെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റാനുള്ള ആ പ്രവർത്തനം, അതാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരവധി പാകിസ്ഥാനികളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ നിലവിലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ യു കെ ആണ്. അപ്പോൾ യു കെക്കുള്ളിൽ ഈ പ്രവൃത്തി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രവൃത്തി ഇന്ത്യക്കുള്ളിലും വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കുള്ളിൽ ഒരു വൻകിട കമ്പനി, പേര് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, TCS, ടാറ്റയുടെ കമ്പനിയാണ്. TCS മഹാരാഷ്ട്ര ബ്രാഞ്ച്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തെളിവോടുകൂടിയാണ് പൂട്ടിയിരിക്കുന്നത്. 9 FIRകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. 14 മുതൽ 16 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അപ്പം ഞാനും അത് ഞെട്ടലോടുകൂടി തന്നെയാണ് വായിച്ചത്. അപ്പോൾ അതായത് ഇതൊരു സ്റ്റോറിയിലൂടെ തന്നെയാണ് കൃത്യമായിട്ട് കടന്നു പോകുന്നത്. ഫെബ്രുവരി 26-ാം തീയതി ഒരു പാരന്റ് പോലീസിൽ പരാതി രേഖപ്പെടുത്തുന്നുണ്ട്. ആ പരാതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, അവരുടെ മകൾ, ഈ TCS കമ്പനിയിൽ ജോലി ചെയ്യുന്ന മകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് കുറേ സംഭവങ്ങൾ, ചെയിൻ ഓഫ് ഈവൻസ് നടന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള പരാതിയാണ് അവർ രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ പരാതി കേട്ട പോലീസ് ഓഫീസറിന് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയതിനെ തുടർന്ന് മഫ്റ്റിയിൽ ഒരു പോലീസിനെ അവിടെ സ്വീപ്പർ ജോലിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. എവിടെ? അതായത് TCS കമ്പനി മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഈ മഫ്റ്റിയിലുള്ള പോലീസ് കൃത്യമായിട്ട് കുറേ വിവരശേഖരണങ്ങൾ നടത്തുന്നുണ്ട്. ആ വിവരശേഖരണങ്ങളിൽ പ്രാഥമികമായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഡാനിഷ്. അവൻ്റെ പ്രായം 34 വയസ്സ്. ഈ ഡാനിഷിന് ഒരു പേരും കൂടെ ഉണ്ട്, ഡാനിഷ് ഷെയ്ഖ്. ഈ വ്യക്തിയാണ് ഈ കുട്ടിയെ ഈ രീതിയിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ തുടർന്ന് ഈ പാരന്റ്സ് കൊടുത്ത പരാതിയിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞാൽ, അതായത് ഈ TCS കമ്പനിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം അവരുടെ മകളിൽ ഉണ്ടായ മാറ്റം, ആ മാറ്റമാണ് കൃത്യമായിട്ട് അവരവിടെ രേഖപ്പെടുത്തിയത്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ പാരന്റ്സിന്റെ അടുത്തിൽ നിന്നും അകൽച്ച പാലിക്കുക, ഇതിനു മുമ്പ് അവരുമായിട്ട് ക്ലോസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു, ആ രീതിയിൽ വളരെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാത്ത രീതിയിൽ മാറി നിൽക്കുക, അതുപോലെ ബുർഖ ധരിക്കാൻ ആഗ്രഹിക്കുക, ഇത്തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾ അവര് മകളില് കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർ കൂടുതൽ ആശങ്കയോടുകൂടി പരാതിയിൽ ഈ വിഷയങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് ഇതിന്റെ പുറകിൽ ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ ഇത് ജസ്റ്റ് ഒരു നോർമൽ പീഡന കേസല്ല. അതായത് പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്, മാരേജ് വാഗ്ദാനം, മോഹ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അബ്രോഡിലേക്ക് ജോലിക്ക് അയക്കും, അതേപോലെ തന്നെ വിവാഹം കഴിക്കും. അപ്പം അങ്ങനെ ലൈഫിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വാരി വിതറിക്കൊണ്ടുള്ള പീഡനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തി ഈ ഡാനിഷ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം തെറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിൽ മറ്റേ ഭാഗത്ത് നിന്ന് സംസാരിച്ചതും ഒരു പെൺകുട്ടിയാണ്.
ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ ഡാനിഷിന്റെ ഭാര്യയാണ്, ലീഗൽ വൈഫ്. അതേസമയം ഡാനിഷിന് 2 മക്കളും കൂടിയുണ്ട്. അപ്പോൾ അതായത് 2 കുട്ടികളുണ്ട്, 2 കുട്ടികളുടെ അച്ഛനാണ്, അതേസമയം വൈഫുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനാണ്, അതായത് വൈഫിന്റെ അറിവോടുകൂടിയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മാരേജ് എന്നുള്ള നിലയിൽ ഒരു കൺസിഡറേഷൻ. ഡാനിഷ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നീ ഫോളോ ചെയ്യണം, അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിലയിൽ ആ പെൺകുട്ടി സംസാരിച്ചത്. അതായത് ഈ ഡാനിഷ് എന്ന് പറഞ്ഞ ആളുടെ വൈഫ് സംസാരിച്ചതായിട്ടാണ് ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പലരുടെയും സമ്മതത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പോലീസ് ഓഫീസർ, ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ടീം 3 പോലീസ് ഉദ്യോഗസ്ഥരെ മഫ്റ്റിയിൽ ഈ TCS കമ്പനിയിൽ സ്വീപ്പർ ജോലിയിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി വീഡിയോ തെളിവുകൾ, നിരവധി വോയിസ് റെക്കോർഡുകൾ, അതുപോലെ തന്നെ ഇവർ കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് തെളിവ് സഹിതം TCS കമ്പനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രമാത്രം പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9 FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പരിമിതമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി ഈ ഡാനിഷ് ഷെയ്ഖ് എന്നെ പറ്റിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം ഡാനിഷ് ഷെയ്ഖിന്റെ അടുത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ മറ്റൊരു വ്യക്തി അവിടെ കടന്നു വരികയാണ്. അയാളുടെ പേര് തൗസിഫ് അക്തർ എന്നാണ്, 36 വയസ്സുകാരൻ. അത് അയാൾ ഒരു രക്ഷകനായിട്ട് വരികയും ഡാനിഷിനെ കുറിച്ച് കുറ്റങ്ങൾ പറയുകയും അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നവനാണ്, വഞ്ചിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ കൺവിൻസ് ചെയ്ത് ഇയാളുടെ വലയിലേക്ക് വീഴ്ത്താനുള്ള ശ്രമം. ഇങ്ങനെ എരപിടിയന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ. അപ്പൊ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എല്ലാം പക്കാ പ്ലാനാണ്. അപ്പൊ ഈ പ്ലാൻ എങ്ങനെയാണ് വർക്കൗട്ടാന്ന് പറഞ്ഞാൽ, ഒരാളുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയാലും അടുത്തയാൾ കവർ ചെയ്യാണ്. കവർ ചെയ്തിട്ട് ആ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് ആ കുട്ടിയെ ആ ലൈനിൽ തന്നെ പിടിച്ചു നിർത്തണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു തരത്തിലുള്ള ലവ് ജിഹാദാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിന് മുകളിലാണ്. പെർമനന്റ് ആയിട്ട് ഉറപ്പിച്ച് നിർത്തുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, ഷാഫി ഷെയ്ഖ് എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി 34 വയസ്സ്, ആസിഫ് അൻസാരി 22 വയസ്സാണ്, തൗസിഫ് അക്തർ 36 വയസ്സ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വ്യക്തി, ഷെയ്ഖ് ഖുറേഷി 34 വയസ്സ്, റെസ മേമൻ 35 വയസ്സ്, ഡാനിഷ് ഷെയ്ഖ് 34 വയസ്സ്, അശ്വിനി ചൈനാനി ഒരു ലേഡിയാണ്, അതുപോലെ നിദാ ഖാൻ മറ്റൊരു ലേഡി. ഈ ലേഡിക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ ഉണ്ട്, HR ഓഫീസറാണ്. ഈ HR മാനേജറാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഈ ലേഡി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളുടെ പ്രൊഫൈൽ എല്ലാം തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ഇവരുടെ വീക്ക് പോയിന്റുകളെല്ലാം തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിന് കൈമാറിയിട്ടുണ്ട്. ഇവർക്കെതിരെയും കേസുണ്ട്. അപ്പം ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, കൃത്യമായി കുട്ടികളെ ഹയർ ചെയ്യുക, പ്രത്യേകിച്ച് അന്യമതത്തിൽപ്പെട്ട കുട്ടികളെ ഹയർ ചെയ്ത് അവരെ മതം മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ അജണ്ട. ഈ ഞാൻ പറഞ്ഞ വ്യക്തികളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇവർ കാര്യങ്ങളൊക്കെ കൈമാറുന്നത്. അതിനുള്ളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, അതും കോർപ്പറേറ്റ് വേൾഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഹൈ പ്രൊഫൈൽ, ഇവർക്കാണ് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുള്ള മാനസികാവസ്ഥയുള്ളത്. നിലവിൽ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതെല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭീകരവാദികളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ ഒരു ഭീകരവാദമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. കേരളത്തിൽ നമ്മളെ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയ ഇതിനെ എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ കേസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാവുന്ന വിധത്തിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ഈ കേസ്. പക്ഷേ നമ്മുടെ മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലായാലും ശരി തന്നെ, ആരുടെ വീട്ടിലായാലും ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിട്ട് ജോലിക്ക് പോകുന്ന തരത്തിലുള്ള കുട്ടികളുണ്ടാവും. കോർപ്പറേറ്റ്, പ്രത്യേകിച്ച് TCSലേക്ക് ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 18,000 മുതൽ 25,000 വരെ ഒരു എൻട്രി ലെവലിൽ തന്നെ സാലറി അവൈലബിൾ ആണ്. അപ്പൊ ആ കാറ്റഗറിയിൽ ജോലിക്ക് പോകുന്ന കുട്ടികളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രവൃത്തി. ശരിക്കും പറഞ്ഞാൽ ഒഫൻസ് ആണ്. ആ ഒഫൻസ് കൃത്യമായിട്ട് മഹാരാഷ്ട്ര പോലീസ് കണ്ടെത്തി തെളിവ് സഹിതം യുവമാരെ പൂട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ കുറിച്ച് ആർക്കും തന്നെ അറിവുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യണം. അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപക്ഷെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നാം, പക്ഷേ മസ്റ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്തിരിക്കണം. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപദേശം അവരെ സ്പർശിക്കും. അത് ഉറപ്പാണ്. ഉപദേശിക്കുന്ന സമയത്ത് അവരത് ചെവിക്കൊണ്ടില്ല എന്നുണ്ടെങ്കിലും പിന്നീട് അത് വർക്ക് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള അവയർനെസ് വേണ്ടതാണ്. ബാക്ക് ടു ദ ജിയോ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈൻ റഷ്യക്കുള്ളിൽ 2 ഓയിൽ ഫീൽഡുകൾ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്.
ടോപ്സ എന്ന് പറഞ്ഞ സ്ഥലത്താണ് 2 ഓയിൽ ഫീൽഡുകൾ അടിച്ച് തകർത്ത് കളഞ്ഞത്. ഇതുവരെ ഉക്രൈൻ റഷ്യക്കുള്ളിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഓൾമോസ്റ്റ് 40% ഓഫ് റഷ്യയുടെ ഡൊമസ്റ്റിക് ഓയിൽ റിഫൈനറി ഇമ്പാക്റ്റഡ് ആണ്. അപ്പൊ അതായത് 40% റഷ്യക്ക് ഉള്ളിൽ ഡൊമസ്റ്റിക് ഓയിൽ സപ്ലൈയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനെതിരെ റഷ്യ കൃത്യമായിട്ടുള്ള തിരിച്ചടി, 700 ഡ്രോണുകൾ, 19 മിസൈലുകൾ ഡിനിപ്രോ, ഒഡേഷ, അതുപോലെ തന്നെ കീവ് നഗരങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് റഷ്യ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ഇതിൽ 19 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 9 പേര് ഒഡീഷ റീജിയനിലും 5 പേര് കീവ് റീജിയനിലും അതുപോലെ 5 പേര് ഡിനിപ്രോയിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 125 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. ഇതാണ് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ്. ഉക്രൈനിലെ സെലൻസ്കിക്ക് ഒരു പരാതിയുണ്ട്. ആ പരാതി എന്താണെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഉക്രൈന് കിട്ടാനുള്ള ആയുധങ്ങൾ വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയും കൂടി ഉക്രൈനിലെ സെലൻസ്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണം, ലിറ്റാനി റിവറിന്റെ തൊട്ട് പുറകിൽ, അതായത് സെൻട്രൽ ലെബനാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽകാസ്മിയ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ആ സെയിം ബ്രിഡ്ജിൽ വീണ്ടും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇന്നലെ. അതുപോലെ തന്നെ ടയർ റീജിയനിൽ സീസ് ഫയർ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക്. غار على منتصف السكسكية. بلا شفنا الصاروخ مثل ما شفنا حربي. അതുപോലെ മറ്റു പല ഏരിയകളും കേന്ദ്രീകരിച്ച് കൃത്യമായി ബിൻ ജബീൽ എന്ന് പറഞ്ഞ ഏരിയ, അങ്ങനെ ഈ ഹെസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഏരിയകളിൽ മൊത്തം മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. എന്നിട്ടാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ ഭയങ്കരമായിട്ടുള്ള ചർച്ചയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചയൊന്നുമില്ല. സൗദി അറേബ്യക്ക് എന്തിനാണ് പോയതെന്നുള്ളത് പാകിസ്ഥാന്റെ സ്റ്റേറ്റ് ബാങ്ക് ഒരു ട്വീറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ട്വീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ $2 ബില്യൺ പാകിസ്ഥാന്റെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? $2 ബില്യൺ പാകിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം? ഏതെങ്കിലും തരത്തിൽ ഇനി സൗദി അറേബ്യയും യമനുമായിട്ടോ അല്ലെങ്കിൽ ഇറാനുമായിട്ടോ ഇനി ഒരു ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഞങ്ങൾ സൗദി അറേബ്യയ്ക്ക് വേണ്ടി രംഗത്ത് വരാൻ തയ്യാറാണ്. കാരണം എന്താണ്? $6.5 ബില്യൺ ഓൾറെഡി കടത്തിലാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്ക് കൊടുക്കാനുള്ളത്. അതോടൊപ്പം ഇത് ഇപ്പൊ 2 ബില്യൺ കൂടി കൂട്ടിയിട്ട് $8.5 ബില്യൺ ആയിട്ട് അത് ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ ഒരു അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. അതായത് അവരുടെ ട്രൂപ്പ് വരെ അവർ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പൈസ കടമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ കടം വാങ്ങിക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറയണം എന്നുണ്ടെങ്കിൽ പല രീതിയിൽ അവർ ഹോർഡിങ്സ് ഒക്കെ അടിച്ചിട്ട് ഇസ്ലാമാബാദ് ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇസ്ലാമാബാദ് ടോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഹോർഡിങ്സ് അയച്ചു വെക്കുന്ന ആ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ശരിക്കും സെറീന ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് അമേരിക്കയുടെയും ഇറാന്റെയും ടീമുകൾ വന്നിട്ട് ചർച്ച നടത്തിയത്. 21 മണിക്കൂർ നീണ്ട 21 മണിക്കൂർ ചർച്ച നടത്തി അവരെല്ലാം പിരിഞ്ഞുപോയി. പക്ഷേ ഇതുവരെ പാകിസ്ഥാന്റെ ഗവൺമെന്റ് ആ സെറീന ഹോട്ടലിന് കൊടുക്കേണ്ട ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല. അവര് അതുമായിട്ട് ബന്ധപ്പെട്ട് ബില്ല് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ വാതിൽക്കൽ കയറി ഇറങ്ങാണ്. അതാണ് ഇപ്പൊ നിലവിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇപ്പൊ ഈ 2 ബില്യൺ കിട്ടിയതിലെങ്കിലും ഈ ബില്ല് അടയ്ക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇതാണ് സംഗതി. പാകിസ്ഥാന്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഓരോ രാജ്യങ്ങളായിട്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലേക്ക് കയറി ഇറങ്ങുന്നത്. തുർക്കിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇപ്പോൾ ഖത്തറിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UAE വിസിറ്റ് ചെയ്യില്ല. UAE പറഞ്ഞിരിക്കുന്നത് ഈ പരിസരത്ത് നീ കയറി പോരുത്, നിനക്ക് 5 പൈസ തരില്ല എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഒരു ഡോമിനേഷൻ എവിടെയാണ്? അമേരിക്കയുടെ ഉള്ളിൽ. ട്രംപ് തന്നെ ഞെട്ടിപ്പോയി. കാരണം ഈ ഡെമോക്രറ്റുകൾ എന്താണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ലെഫ്റ്റിസ്റ്റ്, അമേരിക്കയിലുള്ള ലെഫ്റ്റിസ്റ്റുകൾ, ഇവർ ഫ്രീ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇതിന്റെ പുറകിൽ BLM എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുണ്ട്. മറ്റേ ലൈഫ് മാറ്ററേ, കറുത്ത ആൾക്കാരുടെ ലൈഫ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം, ഒരു സംഘടനയുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ലെഫ്റ്റിസ്റ്റുകളാണ്. അപ്പോൾ ഈ ലെഫ്റ്റിസ്റ്റുകൾ കൃത്യമായിട്ട് ഇസ്രായേലിന് അമേരിക്ക ഇനി ആയുധങ്ങൾ കൊടുക്കരുത്, വെപ്പൺ എംബാർഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് US സെനറ്റിലേക്ക് മൂവ് ചെയ്യാണ്. സെനറ്റിലേക്ക് മൂവ് ചെയ്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് വോട്ടിങ്ങിന് എത്തിയിട്ടുണ്ടായിരുന്നു. സെനറ്റിൽ അറിയാമല്ലോ 100 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് പാസ്സാക്കാൻ പറ്റുള്ളൂ. ആ സാഹചര്യത്തിൽ ട്രംപിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ 69 വോട്ടുകൾ നേടി ആ ബില്ലിനെ തടഞ്ഞിരിക്കുകയാണ്. അതായത് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കണമെന്നാണ് 69 പേര് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇവിടെ ട്രംപിന് തന്നെ പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. ട്രംപിന്റെ പല ബില്ലുകളും അവിടെ പാസ്സാവാതെ ഗവൺമെന്റ് വരെ ഷട്ട് ഡൗൺ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായ സ്ഥലത്താണ് ഇസ്രായേൽ കൃത്യമായിട്ട് 69 വോട്ട് വാങ്ങിച്ചുകൊണ്ട് ആ ബില്ലിനെ കീറിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള FBI ഡയറക്ടർ പോസ്റ്റ് ആയിക്കോട്ടെ, ഇന്റലിജൻസിന്റെ പോസ്റ്റിലിരിക്കുന്ന തുൾസി ഗബാഡ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഒരു വോട്ടിലാണ് 51 വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഇവരൊക്കെ വിജയിച്ച് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ട്രംപിന് കിട്ടുന്നുള്ളൂ. ഡെമോക്രറ്റുകൾ വരെ ഇസ്രായേലിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫാക്ട് ഡെമോക്രറ്റുകൾ അവതരിപ്പിച്ച ബില്ലിനെ അവരെ എതിർത്ത് ഡെമോക്രറ്റുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട്. തീർച്ചയായിട്ടും ഇറാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി അമേരിക്കയുടെ സൈഡിൽ നിന്നുണ്ടാവും. ഇതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.